ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവുള്ള നല്ല കറുമുറ സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അല്പം ക്യാരറ്റും അല്പം ബീൻസും ക്യാരറ്റൊക്കെ ഇതുപോലെ വളരെ നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റും അതുപോലെ ഒരു 10-12 ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ 2 പച്ചക്കറികളും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് ആ ക്യാരറ്റും ബീൻസൊക്കെ ഒരുപോലെ ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വെള്ളം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഒത്തിരി അങ്ങ് പുഴുങ്ങി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 70% ഒക്കെ ഇതൊന്ന് വെന്താൽ മാത്രം മതിയാവും. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലോട്ട് ഒന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിച്ചിവിടെ വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു മിക്സ് ആക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ വലിയ സ്പൂണാണ് എടുത്തത്, അതുകൊണ്ടാണ് ഒരെണ്ണമായിട്ട് കണ്ടത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഞാനിവിടെ ഉണക്കമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട വേണ്ട, അല്ലെങ്കിൽ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല, മുട്ട സ്കിപ്പ് ചെയ്യാം. നമുക്കല്ലാതെ അരിപ്പൊടിയും മൈദപ്പൊടിയും വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ മുട്ട കൊണ്ട് ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ രുചി എന്ന് മാത്രം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, വലിയ മസാലകളൊന്നും ചേർക്കുന്നില്ല. അതല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിക്ക കുഞ്ഞുങ്ങളും ഈ പച്ചക്കറികളൊക്കെ കഴിക്കാനൊക്കെ മടി കാണിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നമുക്ക് നല്ല ക്രിസ്പിയാണ്, നല്ല ചായയുടെ കൂടെ കറുമുറാന്ന് കഴിക്കാനും പറ്റും. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ലൈറ്റോ ഡാർക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് സോയാ സോസ് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കരുത്, കാരണം ഇതിന് ഭയങ്കര ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും, മാത്രമല്ല ഒരു കുത്തൽ വരും. ഇത് ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദും ഒരു കൊച്ചൊരു ഫ്ലേവർ, എന്തിൻ്റെയാണ് എന്ന് മനസ്സിലാവാത്തൊരു കുഞ്ഞ് ഫ്ലേവറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു കോട്ടിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ പൊടികളൊക്കെ ചേർത്തത് കൊണ്ട്. നിങ്ങൾക്കിനി മൈദപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കിയത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് കുറച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഇതേപോലെ കയ്യിലെടുത്തിട്ട്, ഒട്ടും കൈ കേടാവോ അങ്ങനെയൊന്നുമില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി വേറെ ഒന്നുമില്ല, ആ മീഡിയം ഫ്ലെയിമിലൊന്ന് തിരിച്ചും മറിച്ചും ഇതിനൊക്കെ നല്ലൊരു കളറ് കിട്ടുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒത്തിരി നേരം എണ്ണ കുടിക്കാൻ പാകത്തിനൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്തുള്ള പച്ചക്കറികളൊക്കെ വെന്തിട്ടുള്ളതാണ്. ആ ഒരു പൊടികൾ മാത്രം ഒന്ന് വറുത്ത് വരണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വറുത്ത് കോരി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിനകത്തുള്ള കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്തത് കൊണ്ട് കാണാനൊക്കെ ഭയങ്കര രസമാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല എന്താ പറയുക, വളരെ ഒട്ടും മസാല കുത്തൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല എരിവുള്ള ഒരു ഫ്ലേവറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം വറുത്തെടുത്തു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇന്നത് ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടാണ്. ഇതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പ് അടിപൊളി കോമ്പിനേഷനാണ്. ഇനി കെച്ചപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റാണ്. അല്ലാതെ തന്നെ ഇത് തനിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് വറുത്തെടുക്കുന്നു എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.